വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാം സാധാരണയായി ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാറുള്ള ഉപ്പുമാവാണ്. നമുക്ക് രുചികരമായി എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാം എന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോസ്റ്റഡ് റവയാണ്. ഒരു വട്ടം കൂടി നമുക്ക് വറുത്തെടുത്താൽ നന്നായിരിക്കും. അതിലുള്ള വേസ്റ്റൊക്കെ നമുക്ക് വറുത്താൽ നീക്കിക്കളയാൻ പറ്റും. അങ്ങനെ വേസ്റ്റൊന്നും ഉണ്ടാവില്ല, എന്നാലും നന്നായി വറുത്തെടുക്കുക. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് റവയിട്ട് നന്നായി ഇളക്കി വറുത്തെടുക്കുക. നന്നായി വഴറ്റുക. ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. റവ എപ്പോഴും വറുത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും ഉപ്പുമാവിൻ്റെ രുചി കൂടാനുള്ള നല്ലൊരു മാർഗം. വറുക്കാതെ തന്നെ നമുക്ക് ചേർക്കാം, വേണമെങ്കിൽ വറുത്തുപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നന്നായി വറുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക. ശേഷം ഇതിന് വേണ്ട സാധനങ്ങൾ: ഒരു സവാള, ഞാനിവിടെ അരമുറി സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയുമാണ് എടുത്തിട്ടുള്ളത്. സ്റ്റൗ കത്തിച്ച് ചട്ടി വെച്ച് കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് ചേർത്ത് അത് പൊട്ടി വരുമ്പോൾ ജീരകം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. അത് നല്ലൊരു ഫ്ലേവർ നമുക്ക് ഉപ്പുമാവിന് നൽകും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ജീരകം ചേർത്തിട്ടുള്ളത്. പിന്നെ അരിഞ്ഞു വെച്ച സവാള, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റുക. ഈ സമയത്ത് തന്നെ ഉപ്പ് ചേർക്കുന്നത് നന്നായിരിക്കും, പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. ഉപ്പ് കുറച്ച് കൂടുതൽ തന്നെ ചേർക്കുക, കാരണം വെള്ളം ഒഴിക്കാനുള്ളതാണ്. കൂടുതൽ വെള്ളം ഒഴിക്കുമ്പോൾ അതിനാവശ്യമായ ഉപ്പ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് റവക്ക് 4 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. 4.5 ഗ്ലാസ് വരെ നമുക്ക് വെള്ളമെടുക്കാം. എന്നിട്ട് അത് തിളപ്പിക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി റവയൊക്കെ വെള്ളത്തിൽ യോജിപ്പിക്കുക. നന്നായി യോജിച്ചതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിക്കുക. അങ്ങനെ വേവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡിയാവും. അടിച്ചു വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കുക. ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇത് രുചികരമായ ഉപ്പുമാവാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചിരകിയ തേങ്ങയും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താം. നിങ്ങളാരും യൂസ് ചെയ്യുന്നുണ്ടാവില്ല, എന്നാലും